അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല, വയ്യായിരുന്നു കേട്ടോ. നോമ്പൊക്കെ എടുത്തായിരുന്നു, പക്ഷേ വീഡിയോസ് ഇടാനൊന്നുമുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നോമ്പെടുത്ത കാരണമാണ് തന്നെ വീഡിയോ എടുക്കാനും ഒരു വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാനിലെ 27 രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം കേട്ടോ, നമ്മൾ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വളരെ കുറച്ച് ചിക്കനുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തക്കാളി, സബോള ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് 2 വിസിൽ അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ വിസിലടിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് പത്തിരിക്കുള്ള വെള്ളം കൂടി വാട്ടിയെടുക്കാം. അപ്പോൾ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ഇതേപോലെ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയ സമയത്ത് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തിരി ഉണ്ടാക്കാൻ. ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ പറയാറില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പത്തിരിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കയ്യിൽ കൂടുതലൊന്നും അവർ കഴിക്കില്ല, അവർക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ആഗ്രഹം, ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വെച്ചാൽ. അങ്ങനെ കഴിക്കില്ല എന്നറിയില്ല. എന്തായാലും ഞാൻ കുറച്ചധികം പൊടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അടയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ വിചാരിക്കുന്നുണ്ട്. നോമ്പായിട്ട് അടയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ പൂവടയൊക്കെ നോമ്പിന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ തൃശ്ശൂർ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ എൻ്റെ നാട്ടിലൊക്കെ പൂവട നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. കോഴിയട, അതുപോലെ ഉന്നക്കായ, ഇങ്ങനത്തെ പലഹാരമൊക്കെ കേട്ടോ. അപ്പോൾ കറിയിലേക്ക് ഞാൻ നാളികേരം നരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാളികേരത്തിലേക്ക് കുറച്ച് പെരിഞ്ചീരയും കറിവേപ്പിലയും ഉള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത്, ചെറുതായാണ് കേട്ടോ 3 ചേർത്ത് കൊടുത്ത്. അതുപോലെ തന്നെ ഞാൻ സബോളയുടെ ചെറിയൊരു പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നാളികേരമൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീയൊക്കെ നമ്മൾ സിമ്മിലാക്കിയിട്ടിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാനായിട്ട്. വേഗം ആവട്ടെ എന്ന് വെച്ചിട്ട് തീ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. ആ നാളികേരത്തിനൊക്കെ കരിഞ്ഞൊരു ചുവ ഉണ്ടാവും കേട്ടോ അരച്ചെടുക്കുമ്പോൾ. അങ്ങനെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനൊക്കെ വിസിലടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നാളികേരം ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലേക്ക്, കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടിയും ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും നല്ല കുറുകി വരും. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിയിലേക്കൊന്ന് താളിപ്പൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ കറി ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കറി നല്ല ഒരു പാകത്തിനുള്ളൊരു കട്ടിയിലാണുള്ളത്, കുറച്ച് ലൂസായിട്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ മാവൊക്കെ നല്ല പോലെ തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അടയിലേക്കുള്ളതും പത്തിരിയിലേക്കുള്ളതും കൂടി മാവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അടയിലേക്കുള്ള നാളികേരമൊക്കെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നാളികേരം, പഞ്ചസാരയും ഏലക്ക പൊടിച്ചതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് മാവ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പൂവടയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചൂട് കാരണം കൊണ്ടാണ് കേട്ടോ. ആ ഒരു 2 ദിവസം ഒരു മഴ കിട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാം, നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം കേട്ടോ, വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. എന്തെങ്കിലും നോമ്പ് തുറക്കാനായിട്ട് തട്ടിമുട്ടി അങ്ങനെ ഒപ്പിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ അടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അട ഞാനൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി പരത്തിയെടുക്കണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പത്തിരിയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തല്ലേ. പത്തിരിയൊക്കെ പരത്തിയെടുക്കുമ്പോഴേക്കും നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ ഒന്ന് ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ പത്തിരി ഞാൻ ആദ്യം ഒന്ന് പ്രസ്സിലൊന്ന് പരത്തിയെടുക്കും, എന്നിട്ട് പിന്നെ നമ്മൾ കല്ലുമ്മ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല നൈസ് പത്തിരി ഇട്ടു കേട്ടോ. എല്ലാം നമ്മൾ കല്ലിൽ വെച്ച് പരത്തിയെടുക്കുമ്പോൾ ചില സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുത്തതിന് ശേഷം വെറുതെ നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല നൈസായിട്ട് പത്തിരി കിട്ടുകയും ചെയ്യും. സൈഡൊന്നും പൊട്ടിപ്പോകുന്നില്ല, ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ.
അങ്ങനെ നമ്മുടെ പത്തിരിക്ക് ഇതേ നല്ലപോലെ തന്നെ വീർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ പത്തിരി. എനിക്കിവിടെ പത്തിരി ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുടുന്ന കാര്യമാണ് കേട്ടോ. പരത്തുന്ന കാര്യമൊക്കെ എങ്ങനെയെങ്കിലും പരത്തിയെടുക്കുക. ഈ ചുടുമ്പോഴാണ് എന്താ വെച്ചാൽ ചെറിയ പാനാണ് എൻ്റെ കയ്യിലുള്ളത്, വലിയ പത്തിരി ചുടുന്ന പാത്രമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഓരോന്നോരോന്ന് ചുട്ടെടുക്കണം. നമ്മൾ എത്ര പത്തിരി ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കും. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 4 എണ്ണമൊക്കെ ഒരുമിച്ചിടാം. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് കഴിയൽ കഴിഞ്ഞു, ഇപ്പോൾ ഒന്നും നടക്കൂല. പിന്നെ അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ഇതേവിടെ സെറ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഇതേപോലെ ഒരു കവർ വെച്ചിട്ട് ഒരു 5-6 കവർ വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കണതും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ റെഡി ചെയ്തിട്ട് അത് റെഡി ആയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയല്ല കേട്ടോ പരത്തിയെടുത്തത്, നേരം പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പതുക്കെ ഓരോന്ന് പത്തിരി. അപ്പോൾ അത്രയും സമയം അങ്ങോട്ട് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പത്തിരിക്ക് ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ കല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചൂടായി കഴിഞ്ഞാലും പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. ഇത് ഞാൻ ആദ്യമേ കുറേ വർഷങ്ങളായിട്ടുള്ള കല്ലാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് 10 ദിവസം എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്നിപ്പോൾ രാവിലെയാണ് ഇതിന് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇടാനും നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. മക്കളുള്ള കാരണം സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ മക്കളുള്ള കാരണം കൊണ്ട് നമുക്കധികം അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. അങ്ങനെ പത്തിരിയൊക്കെ ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടയും ഞാനിതൊന്നെടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നിട്ടുണ്ട്. ആവിയൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടെ. അതിനതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ഏകദേശം ബാങ്ക് കൊടുക്കുന്ന ഒരു ടൈമൊക്കെ ആകാറായിട്ടുണ്ട്. പിന്നെ മോനവിടെ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അധികം വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല നോമ്പെടുത്താറുണ്ട്, നമുക്ക് വീഡിയോ എടുക്കാനും വലിയൊരു ഇതൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും വിഭവങ്ങളും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.